നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ഇഡി തന്നെ അഴിമതിക്കാരാവുന്നു എന്ന് എം.എ. ബേബി. ഇത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കേരളത്തിലേത് ജനപക്ഷ സർക്കാരെന്നും എം.എ. ബേബി. യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ 1000 വീടുകളിൽ ഗാന്ധി നെഹ്റു ഛായാചിത്രം സ്ഥാപിക്കുമെന്ന് വിജിൻ മോഹനൻ. പ്രതിഷേധം CPM തിട്ടൂരത്തിനെതിരെ. 1000 ഗാന്ധി ഭവനങ്ങൾ ഉയരും. ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നും വിജിൻ മോഹൻ. ഇന്ന് നായനാർ ഓർമ്മദിനം. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. നായനാർ അക്കാദമിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങളും നേതാക്കളും. വേടിനെതിരെ കടന്നാക്രമണം കാവ്യവൽക്കരണ അജണ്ടയെന്ന് MV ഗോവിന്ദൻ. വാർത്തകൾ വിശദമായി. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ഇഡി തന്നെ അഴിമതി നടത്തുകയാണെന്ന് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M.A. ബേബി. കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇഡിയെ ഇത്രയും കാലം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണിത്. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കട്ടെയെന്നും ബേബി പറഞ്ഞു. ഈ ഇഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന കേന്ദ്ര അന്വേഷണ സംഘത്തെ രാഷ്ട്രീയമായി ഒരുപാട് കാലമായി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ രാഷ്ട്രീയ ദുരുപയോഗപ്പെടുത്തലിനെ കുറിച്ചുള്ള ആക്ഷേപങ്ങൾ എല്ലാവരും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇഡിയുടെ നേരെയുള്ള ഒരു പ്രതിഷേധമാണ് അപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ അവർക്ക് പോലും മനസ്സിലായിരിക്കുന്നു എന്താണ് ഇഡി. ഇപ്പോൾ അഴിമതി തടയാൻ കൂടി ഉദ്ദേശിക്കപ്പെട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ അഴിമതിക്കാരാണ് എന്ന് വ്യക്തമാവുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക എന്ന് പറയുമല്ലോ, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുമല്ലോ, ഏതാണ്ട് അതുപോലുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ അന്വേഷണം പുരോഗമിക്കട്ടെ, കൂടുതൽ വസ്തുതകൾ വരട്ടെ. ഇപ്പം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി കേരള NGO സംഘിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ കരിദിനം ആചരിച്ചു. സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും കവർന്നെടുത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് NGO സംഘ് നേതാക്കൾ ആരോപിച്ചു. കരിദിനാചരണത്തിന്റെ ഭാഗമായി കറുത്ത ബാഡ്ജ് ധരിച്ച് ഓഫീസുകളിൽ കയറിയിറങ്ങി ഗവൺമെന്റിനെതിരായ പ്രചരണ നോട്ടീസുകൾ ഇവർ വിതരണം ചെയ്തു. പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം വലിയ കുട്ടിഘോഷിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ 9 വർഷക്കാലം ഈ സർക്കാർ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകാതെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജീവനക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്ത തരത്തിലുള്ള DA കുടിശ്ശികയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സാധനങ്ങളുടെ വിലകൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകുന്ന DAക്കനുസരിച്ച് സംസ്ഥാന സർക്കാരും DA അനുവദിക്കേണ്ടതാണ്. CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി M.A. ബേബി T. പത്മനാഭനുമായി കൂടിക്കാഴ്ച നടത്തി. പള്ളിക്കുന്നിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. സൗഹൃദ സംഭാഷണങ്ങൾ മാത്രമാണ് നടത്തിയതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ ഒന്നും സംസാരിച്ചില്ലെന്നും ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പൊതുപ്രവർത്തകർക്കെന്നും ആവേശം പകർന്ന നിറഞ്ഞ സംസാരത്തിനുടമയാണ് T. പത്മനാഭനെന്ന് M.A. ബേബി പറഞ്ഞു. മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ വലിയ ഒരു വരപ്രസാദമായി പരിഗണിക്കേണ്ട ആളാണ് T. പത്മനാഭൻ എന്ന പപ്പേട്ടൻ. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. കണ്ണൂരിൽ വരുമ്പോഴെല്ലാം സമയമുണ്ടാക്കി പപ്പേട്ടനെ കാണാറുണ്ട്. അഥവാ എപ്പോഴെങ്കിലും കാണാൻ കഴിയാതെ പോയാൽ ഫോണിൽ പപ്പേട്ടനുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഇപ്പോൾ കുറേ സമയം സാഹിത്യത്തെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും രാജ്യത്തിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ചുമൊക്കെ പപ്പേട്ടനുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. പപ്പേട്ടനെ കാണുന്നതും അദ്ദേഹവുമായി സംസാരിക്കുന്നതും ഞങ്ങളെപ്പോലുള്ള പൊതുപ്രവർത്തകർക്ക് പുതിയ ഒരു ഊർജം ലഭിക്കുന്ന അനുഭവമാണ്. ആ അർത്ഥത്തിലാണ് പപ്പേട്ടനെ ഇവിടെ വന്ന് കണ്ടത്. ഞങ്ങളെയും കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. കൂടുതൽ ഊർജം ലഭിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെയെന്നും സംസാരിച്ച വിഷയങ്ങളിലൊക്കെയും സംഗീതമായിരുന്നു കൂടുതലും ചർച്ച ചെയ്തതെന്നും M.A. ബേബി പറഞ്ഞു. സമകാലിക വിഷയങ്ങൾ സംസാരത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് ചർച്ചകൾ പോയിട്ടില്ലെന്നും ബേബി കൂട്ടിച്ചേർത്തു. സംഗീതത്തോട് വലിയ കമ്പമുള്ള വ്യക്തിയാണ് ബേബിയെന്നും ഹിന്ദുസ്ഥാനിയും കർണാട്ടിക്കും തുടങ്ങി സംഗീത തലങ്ങളിലേക്കാണ് തങ്ങളുടെ സംസാരം നീണ്ടതെന്നും T. പത്മനാഭനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബേബിയുമായിട്ട് ഇന്നും നമ്മൾ സംസാരിച്ചത്
ഒട്ടുമുക്കാലും സംഗീതമാണ്. പാശ്ചാത്യ സംഗീതവും ഹിന്ദുസ്ഥാനി സംഗീതവും കർണാട്ടിക് സംഗീതവുമൊക്കെ. ബേബിയുടെയും ഇഷ്ടവിഷയം അതാണ്. അല്ലാതെ കാര്യമായി രാഷ്ട്രീയമൊന്നും സംസാരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പള്ളിക്കുന്ന് ഇടച്ചേരി നോർത്ത് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പള്ളിക്കുന്ന് അച്യുതവില്ലയിൽ വാർഷിക പൊതുയോഗം കോർപ്പറേഷൻ കൗൺസിലർ അംഗം ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് കൈമോശം വന്ന ആ പഴയകാലത്തെ ആ ആത്മബന്ധങ്ങളും മറ്റും ഒരു പുനഃസ്ഥാപിക്കാനും നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കുടുംബ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള നമുക്കറിയാലോ, കുടുംബത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ നമ്മളെ അഭിമുഖീകരിക്കും. ആ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മൾ തനതായി സഹിച്ച് എല്ലാം എന്താണ് നമുക്ക് ഒരു പ്രതിവിധി എന്ന് തോന്നാതെ, കാണാത്ത, ആലോചിച്ച് നമുക്കൊന്നും എവിടെയും എത്താത്ത ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ സംബന്ധിച്ചത്. എന്നാൽ ഇത്തരം ഒരു കുടുംബ ഈ കൂട്ടായ്മ വന്നതോടുകൂടി തന്നെ നമുക്ക് അത്തരം വിഷയങ്ങൾ ഉൾപ്പെടെ നമുക്ക് ചർച്ച ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കുടുംബമായി നമുക്ക് ആലോചിക്കാനും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാടിൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം നമുക്ക് വഹിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അസോസിയേഷൻ്റെ പ്രാധാന്യം. സ്വാമിജി പ്രഭാകരൻ പുനലൂർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഇന്ന് കേരളത്തിലോ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലുമോ ലോകത്തിലെവിടെങ്കിലുമൊക്കെ അനാശാസ്യമായിട്ട് അപവിത്രമായിട്ട് പല ദുരാചാരങ്ങളും കടന്നുകൂടുന്നു എങ്കിൽ അതിൻ്റെ പ്രഥമ കാരണം ലഹരിയാണ്. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. CK വിനോദൻ, KK സുരേഷ് ബാബു, അനിൽകുമാർ, രാജഗോപാലൻ, K സുജിത്ത്, C സുമ, PK ശ്രീലത തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇനിയൊരിടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ചാല, കണ്ണൂർ. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ED തന്നെ അഴിമതിക്കാരാവുന്നു എന്ന് MA ബേബി. ഇത് ചങ്ങലേക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കേരളത്തിലേത് ജനപക്ഷ സർക്കാരെന്നും MA ബേബി. യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ 1000 വീടുകളിൽ ഗാന്ധി നെഹ്റു ഛായാചിത്രം സ്ഥാപിക്കുമെന്ന് വിജിൻ മോഹനൻ. പ്രതിഷേധം CPM തിട്ടൂരത്തിനെതിരെ. 1000 ഗാന്ധി ഭവനങ്ങൾ ഉയരും. ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നും വിജിൻ മോഹൻ. ഇന്ന് നായനാർ ഓർമ്മദിനം. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. നായനാർ അക്കാദമിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങളും നേതാക്കളും. വേടിനെതിരെ കടന്നാക്രമണം കാവ്യവൽക്കരണ അജണ്ടയെന്ന് MV ഗോവിന്ദൻ.
Karaikal Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ നീക്കം ചെയ്യാം. യൂട്ടറൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ. കൈയിലെ രക്തക്കുഴലിലൂടെ വളരെ നേർത്ത ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം. ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇൻജക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു. രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു. അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല, ആശുപത്രി വാസമില്ല, മുറിപ്പാടുകളില്ല, പെട്ടെന്നുള്ള രോഗമുക്തി, ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട്. ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ. ആസ്റ്റമിംസ് കണ്ണൂർ. വാർത്തയിലേക്ക്. ഗാന്ധി നിന്ദ പ്രസംഗം. PV ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ. ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറഞ്ഞ CPM-നെതിരെ പ്രചാരണം നടത്തും. 1000 വീടുകളുടെ പൂമുഖത്ത് ഗാന്ധിജിയുടെ ഛായാചിത്രം സ്ഥാപിച്ചാണ് പ്രചാരണമെന്നും വിജിൻ മോഹൻ പറഞ്ഞു. അതേസമയം മലപ്പട്ടം വിഷയത്തിൽ CPM DYFI നേതാക്കൾക്കെതിരെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് യൂത്ത് കോൺഗ്രസ് പരാതി സമർപ്പിച്ചു. ഗാന്ധി നിന്ദ പ്രസംഗം നടത്തിയ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VP ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടാതെ മലപ്പട്ടത്ത് കൊലവിളി പ്രസംഗം നടത്തിയ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെയും DYFI നേതാവ് സരിൻ ശശിക്കെതിരെയും യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. ഞങ്ങൾക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് പ്രകോപനപരമായ ഒരു മുദ്രാവാക്യം, ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യം വിളിച്ചു എന്നുള്ളതാണ്. ആ മുദ്രാവാക്യത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ ഓൺ ചെയ്തിട്ടില്ല. ഞങ്ങളതിനെ തള്ളിപ്പറഞ്ഞു. ആ മുദ്രാവാക്യം ശരിയല്ല എന്നുള്ളത് ഞങ്ങളത് സമ്മതിച്ചു കളഞ്ഞു. പക്ഷേ ഈ പ്രസ്താവന നടത്തിയ PV ഗോപിനാഥിൻ്റെ ഈ ഗാന്ധി വിരുദ്ധ പ്രസ്താവന CPIM-ന്റെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അറിഞ്ഞുകൊണ്ടാണോ അല്ലെങ്കിൽ അവരുടെ സമ്മതത്തോടു കൂടിയാണോ ഈ പ്രസ്താവന നടത്തിയത് എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഗാന്ധി സ്തൂപം അടുക്കളയിൽ പോലും പണിയാൻ വിടില്ല എന്ന് പറയുന്ന CPIM-ന്റെ ജില്ലാ നേതൃത്വത്തിൻ്റെ പ്രസ്താവന, ആ പ്രസ്താവനക്കെതിരെ ഗാന്ധി വീടിൻ്റെ അടുക്കളയിലല്ല ഓരോ വീടിൻ്റെയും പൂമുഖത്തും പ്രകാശം പരത്തും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലയിലുടനീളം 1000 വീടുകളിൽ ഗാന്ധി ഭവനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിക്കുകയാണ്. വീടുകൾക്ക് മുമ്പിൽ മഹാത്മാഗാന്ധിയുടെയും ഈയിടെ നടന്ന ഒരു സംഭവ വികാസം എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേര്, നെഹ്റു യുവകേന്ദ്രയുടെ പേര് ഉൾപ്പെടെ മാറ്റാൻ നോക്കുന്ന നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും ജവഹർലാൽ നെഹ്റുവിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ഛായാചിത്രങ്ങൾ 1000 വീടുകളുടെ പൂമുഖത്ത് പതിപ്പിക്കുവാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി ഒരു പരിപാടിക്ക് പരിപാടി കൂടി ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്ററായ സരിൻ ശശി തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല, ഇയാളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്കും പരാതി നൽകും. യുവജനക്ഷേമ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്തിരുന്നുകൊണ്ട് പരസ്യമായി ചെറുപ്പക്കാരെ കൊല്ലുമെന്ന് പറയുന്നത് എന്ത് യുവജനക്ഷേമമാണ് എന്നുള്ളത് സരിൻ ശശി വ്യക്തമാക്കണം. അടിയന്തരമായി അദ്ദേഹം ആദ്യമായിട്ടല്ല ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. മുമ്പ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളെ ആ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹത്തെ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നാണ് യൂത്ത് കോൺഗ്രസിന് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ഞങ്ങൾ ഗവർണറെ ഉൾപ്പെടെ സമീപിക്കുന്നതാണ്. മലപ്പട്ടം പഞ്ചായത്തിൽ CPM നടത്തിയ മണൽക്കടത്ത് അഴിമതി കേസിന്റെ വിചാരണ നടക്കുന്നതിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് CPM അക്രമം നടത്തിയത്. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും സ്ഥലം MLA-യുമായ MV ഗോവിന്ദന്റെ മൗന അനുവാദത്തോടെയാണ് ഇതെല്ലാം നടന്നത്. മലപ്പട്ടത്തെ പദയാത്രയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഫോട്ടോ എടുത്ത് അവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് CPM പ്രചരിപ്പിക്കുന്നുമുണ്ട്. പോലീസും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. തളിപ്പറമ്പിലെ ഇർഷാദിന്റെ വീട് ആക്രമിച്ച പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഇനിയും നിഷ്ക്രിയത തുടർന്നാൽ പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും വിജിൻ മോഹൻ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട്, അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ്, വരുൺ MK എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്ന ഖിദ്മ ഇൻസ്പയർ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിക്ടറി ഡേ ഒരുക്കി അനുമോദനം. SSLC പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും പുസ്തകങ്ങൾ സമ്മാനിച്ചു. താണ MIS നോളജ് സെന്ററിൽ നടന്ന ചടങ്ങിൽ മേയർ മുസ്ലിം മഠത്തിൽ സമ്മാനദാനം നിർവഹിച്ചു.
അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് കുട്ടിയുടെ മനസ്സോടെ വിഷയങ്ങൾ പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ ആ രീതിയിൽ ഒരു ഡോക്ടറായിരിക്കാം, പക്ഷെ പരിപൂർണാർത്ഥത്തിൽ നമുക്ക് ആ ജോലിയിൽ മുഴുകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം. വിദ്യാർത്ഥികളുടെ പഠനത്തിൽ മാത്രമല്ല സ്വഭാവ രൂപീകരണത്തിലും ഇൻസ്പയർ വഹിക്കുന്ന പങ്കിനെ മേയർ പ്രകീർത്തിച്ചു. ചീഫ് മിനിസ്റ്റേഴ്സ് നവകേരള പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ഡോക്ടർ നസ്രീന കെ മുഖ്യ അതിഥിയായിരുന്നു. മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി 10ാം ക്ലാസ് കഴിഞ്ഞവരെ സമൂഹം ആദരിക്കുന്നത് അവർ ഉയരത്തിൽ പറക്കണമെന്ന് ചുറ്റുമുള്ളവർ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് ഡോക്ടർ നസ്രീന പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയുടെ കഴിവും സ്വഭാവവും രൂപീകരിക്കപ്പെടുന്ന സമയമാണ് അത്. ഈ ഘട്ടത്തിലാണ് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവേണ്ടത്. എങ്കിൽ അല്പം A+ കുറഞ്ഞാലും ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായാലും സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. വലിയ ബിരുദങ്ങൾ വിശാലമായ ലോകത്തിലേക്കും ഉന്നതമായ കലാലയങ്ങളിലേക്കുള്ള നമ്മുടെ പാസ്പോർട്ടാണെന്ന് ഡോക്ടർ നസ്രീന ഓർമ്മിപ്പിച്ചു. ഇൻസ്പയർ കൺവീനർ KM സാബിറ ടീച്ചർ, മെമ്പർമാരായ ഹാജറ ടീച്ചർ, ഷർമിന ടീച്ചർ, സമീറ ടീച്ചർ, ഷഹല ടീച്ചർ, ഷാഹിന ടീച്ചർ, ഷജീന ഫൈസൽ, ഷഹന സിറാജ്, അഷ്റഫ് മാസ്റ്റർ, ഇൻസ്പയർ പ്രവർത്തകരായ ടി സലീം, ടി സാലിം, റഹീസ് KM, അൻവർ, സഗലോൻ, അഹമ്മദ് TK, M ആഷിഖ്, ഷമീന BT, ഹമീദ് ബിഗില, ഹമീദ, സാബിറ ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. മുൻ മുഖ്യമന്ത്രിയും CPMന്റെ സമുന്നതനായ നേതാവുമായിരുന്ന EK നായനാരുടെ 21ാം ചരമവാർഷിക ദിനത്തിൽ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ഭരണശ്ശേരി നായനാർ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം നടന്നു. പുഷ്പാർച്ചനയിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, നേതാക്കളായ MV ജയരാജൻ, EP ജയരാജൻ, PK ശ്രീമതി, KK ശൈലജ, KK രാഗേഷ്, P ജയരാജൻ, MLAമാരായ KV സുമേഷ്, M വിജിൻ തുടങ്ങിയവരും നായനാരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് നായനാർ അക്കാദമിയിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് അടിത്തറ പാകിയ നേതാവായിരുന്നു EK നായനാരെന്ന് ഗോവിന്ദൻ പറഞ്ഞു. വർത്തമാന കാലഘട്ടം സങ്കീർണമായാണ് മുന്നോട്ടു പോകുന്നത്. വർഗീയ ധ്രുവീകരണത്തെ ചെറുക്കേണ്ടതും ആയിട്ടുണ്ട്. വേടനെതിരായ കടന്നാക്രമണം കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വേടൻ എന്ന് പറയുന്നത് ഒരു പുതിയ ലോകത്തെ ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിൻ്റെ കേരളത്തിൻ്റെ പടനായകനായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴും വേടൻ. റാപ്പ് മ്യൂസിക് നമുക്കൊന്നും അത് അറിയില്ല. അത് അപ്പോൾ RSകാർ പറയുകയാണ്, BJPക്കാർ പറയുകയാണ് ഇത് ജാതി ഭീകരതയാണ്, ജാതി ഭീകരത. ഈ RSകാരന് പ്രത്യേകിച്ച് അതിൻ്റെ മുഖപത്രത്തിൻ്റെ പത്രാധിപർ മധുവിന് എന്ത് കലാസ്വാദനം. ഒരു കലയെ പറ്റിയും വ്യക്തമില്ല, റാപ്പിനെ പറ്റി അറിയേയില്ല. എന്താണ് റാപ്പ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യൂറോപ്യൻ മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിൻ്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ്. അപ്പോഴാണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം. പിന്നെയോ ജാതി, അധിക്ഷേപം, സവർണ മേധാവിത്വത്തിൻ്റെ നിലപാടുകളെ ചരിത്ര അപവാദത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിൻ്റെ ഭാഗമായി വേടൻ പറയുന്നുണ്ട്, അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ വേടൻ ഒരു കാര്യം ചെയ്തു. വെട്ടാളുണ്ട് വേടൻ്റെ ഒപ്പം. വെട്ടാളും ഒരു റൂമിൽ പോയി. അവിടെ നോക്കിയപ്പോൾ പോലീസുകാർ ബോധപൂർവം തന്നെയാണ്. വേടനെ പോലുള്ള ഒരാൾ ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള യാതൊരു വ്യവസ്ഥയിൽ അധിഷ്ഠിതമായൊരു ഭരണഘടനയും ഭരണകൂടവും വേണമെന്ന് പറയുന്നവരാണല്ലോ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി BJP. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ അധ്യക്ഷത വഹിച്ചു. PK ശ്രീമതി, KK ശൈലജ, KK രാഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സംഘടിപ്പിച്ച ടെലി സമ്മർകോൺ 2025 ബേസിക് പീഡിയാട്രിക് ക്രിട്ടിക്കൽ കെയർ വർക്ക്ഷോപ്പ് വിജയകരമായി സമാപിച്ചു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക് തലശ്ശേരി, IAP കേരളയുടെ ഇന്റൻസീവ് കെയർ ചാപ്റ്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് BMH ഓഡിറ്റോറിയത്തിൽ വെച്ച് വർക്ക്ഷോപ്പ് നടത്തിയത്. ശിശുരോഗ ഗുരുതര പരിചരണത്തിൽ തങ്ങളുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ താൽപര്യമുള്ള നിരവധി ആരോഗ്യ പ്രവർത്തകർ ECME പ്രോഗ്രാമിൽ പങ്കെടുത്തു. വർക്ക്ഷോപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് വിജ്ഞാനപ്രദമായ പഠനത്തിനും പങ്കുവയ്ക്കലിനുമുള്ള ഒരുക്കങ്ങൾക്ക് വേദിയായി. വർക്ക്ഷോപ്പ് കോർഡിനേറ്ററും കൺസൾട്ടന്റ് BMH പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റുമായ ഡോക്ടർ അബ്ദുൾ റാവ് സ്വാഗതം പറഞ്ഞു. ഇത്തരത്തിലുള്ള സഹകരണാത്മക വിദ്യാഭ്യാസ സംരംഭങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസ് നടത്തിയ ഉദ്ഘാടന പ്രസംഗം ശിശുരോഗ ചികിത്സയിൽ തുടർച്ചയായ പ്രൊഫഷണൽ വികസനത്തിന്റെ നിർണായക ആവശ്യകതയെ ഊന്നി പറഞ്ഞു. Very important conference for Indian Academy of Pediatrics Kerala chapter. Indian Academy of Pediatrics Kerala chapter
every year does updates in each subspecialty. This year it totals to 22 conference over the year, taking account of all the subspecialties. We just had a conference on intensive care at Wayanad 2 weeks back, and every other week there is a conference. But still, I think this particular workshop and the conference has a little more importance, because I think this part of the state has been devoid of critical care. ടെലിസമ്മർ പെഡിക്കോണിന്റെ സംഘാടക ചെയർമാൻ ഡോക്ടർ പി ജയഗോപാൽ തന്റെ പ്രസംഗത്തിൽ ശിശുരോഗ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു വിശാലമായ കാഴ്ചപ്പാട് തന്നെ കേൾക്കുന്നവർക്ക് നൽകി. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ ഇ.കെ., IAP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹൻ, IAP തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് M.K. എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വർക്ക്ഷോപ്പ് കോർഡിനേറ്ററും കൺസൾട്ടന്റ് കോഴിക്കോട് BMH പീഡിയാട്രിക് ഇന്റൻസിവിസ്റ്റുമായ ഡോക്ടർ അബ്ദുൾ റൌഫ്, ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസ്, ടെലിസമ്മർ പെഡിക്കോണിന്റെ സംഘാടക ചെയർമാൻ ഡോക്ടർ പി ജയഗോപാൽ, കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ ഇ.കെ., IAP സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഗോപി മോഹനാർ, IAP തലശ്ശേരി ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് M.K., IAP തലശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ പ്രിയ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ് കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്മാർട്ട് കിച്ചൺ സ്റ്റുഡിയോ കണ്ണൂർ കണ്ണങ്കണ്ടിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ IIA വൈസ് ചെയർമാൻ അനസ് അഹമ്മദ് മുസാഫി കണ്ണങ്കണ്ടിയുടെ കണ്ണൂരിലെ 6ാം വാർഷികമാണ്. ഇതിന്റെ 7ാം വാർഷികമാണ്. ഇതിന്റെ ഭാഗമായി ഏറ്റവും മുന്നേറ്റത്തിന്റെ ആധുനിക കിച്ചൺ സെന്ററുകൾ ഇതിന്റെ യാഥാർത്ഥ്യമാകും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ ആധുനിക രീതിയിൽ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നെ ആകർഷിച്ചത് ഇൻഡക്ഷൻ കുക്കറിന്റെ ഇൻഡക്ഷൻ എടുപ്പ്, അത് യഥാർത്ഥം നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന ഒരു പോർട്ടബിൾ സംവിധാനമാണ്. അതൊക്കെ മാറി ഒരു ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. കേരളത്തിലെ പ്രമുഖ ബ്രാൻഡുകളായ സീമെൻസ്, ഹഫിൽ, ബോഷ്, സ്ലീക്ക്, ഹിൻവെയർ, ഫേബർ തുടങ്ങി മോഡുലാർ കിച്ചണുകളിലേക്ക് ആവശ്യമായതെല്ലാം കണ്ണംകണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഷോറൂമിന്റെ 7ാം വാർഷികത്തിൽ തന്നെയാണ് മോഡുലാർ കിച്ചണും അവതരിപ്പിച്ചിരിക്കുന്നത്. കിച്ചൺ സ്റ്റുഡിയോ എന്ന ആശയം ആദ്യമായി കൊണ്ടുവന്നതും കോഴിക്കോട് ഷോറൂമിൽ ഒരുക്കിയതും കണ്ണങ്കണ്ടി ഈ സ്റ്റോറാണ്. ഞാൻ ഫരീദ്, കണ്ണങ്കണ്ടി ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഞങ്ങളുടെ 7ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിനോടനുബന്ധിച്ചിട്ട് കണ്ണൂരിൽ ആദ്യമായിട്ട് ഒരു കിച്ചൺ സ്റ്റുഡിയോ ഞങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കിച്ചൺ സ്റ്റുഡിയോ ശരിക്കും മലബാറിൽ ആദ്യമായിട്ട് ഞങ്ങൾ കോഴിക്കോട് ആണ് ആദ്യമായിട്ട് ചെയ്തത്. അതിന്റെ ശേഷം ഇവിടെയാണ് ഞങ്ങൾ കിച്ചൺ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആധുനിക അടുക്കളകൾ എങ്ങനെയാണ് എന്ന് കസ്റ്റമേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഞങ്ങൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇതിലെ ഓരോ ഇപ്പോൾ അന്തർദേശീയ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ പഴയതുപോലെയല്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മാർക്കറ്റിലും വന്ന് കസ്റ്റമേഴ്സ് അതിന്റെ എല്ലാവിധ ഗുണങ്ങളും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഒരു അവസരത്തിൽ ഒരു മോഡേൺ കിച്ചൺ നമ്മുടെ വീട്ടമ്മമാർക്ക് കാണാനും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കിച്ചൺ അവർക്ക് സ്വന്തമായി അവരുടെ അഭിപ്രായത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കിച്ചൺ സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മറിമായം ടീം അവതരിപ്പിച്ച വിനോദ പരിപാടിയും അരങ്ങേറി. സിറ്റി ന്യൂസ് കണ്ണൂർ. പാലക്കാട് നെല്ലിയാമ്പതി വനത്തിൽ നിന്നുള്ള ഒരു അപൂർവ കാഴ്ച കാണാമിനി. മുട്ട വിരിഞ്ഞിറങ്ങിയ വേഴാമ്പൽ ആദ്യമായി പറക്കാൻ തയ്യാറെടുക്കുന്നതാണ് കാഴ്ച. കണ്ണൂരിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറും തലശ്ശേരി കോടതിയിലെ ജീവനക്കാരനുമായ രഗീഷ് പിണറായി പകർത്തിയതാണ് ഈ ദൃശ്യം.
എൻ്റെ പേര് രഗീഷ്. ഞാൻ കണ്ണൂർ പിണറായി സ്വദേശിയാണ്. ഞാനൊരു പാഷനേറ്റ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ മേഖലയിലുണ്ട്. അപ്പം ഒരുപാട് കാടുകൾ, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരുപാട് കാടുകൾ സന്ദർശിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിൽ ഒരു കാടാണ് ഈ നെല്ലിയാമ്പതി വനമേഖല. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവിടേക്ക് യാത്ര ചെയ്യുകയുണ്ടായി. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു വേഴാമ്പലിൻ്റെ നെസ്റ്റ് അവിടെ കാണുന്നത്. അപ്പോൾ ഈ നെസ്റ്റിൽ നിന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്, നെസ്റ്റിംഗ് ടൈമിൽ നമ്മൾ വീഡിയോയും ഫോട്ടോസൊന്നും പകർത്താൻ പാടില്ല. കാരണം കൂടുതൽ സഞ്ചാരികൾ അത് കണ്ടുവരികയും അതിനൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോസൊന്നും നമ്മളധികം പകർത്തിയില്ല. നമ്മൾ പിറ്റേന്ന് റൂമിൽ പോയി, അന്ന് രാത്രി റൂമിൽ പോയി പിറ്റേന്ന് തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയിൽ ഒന്നുകൂടി ആ നെസ്റ്റ് സന്ദർശിക്കാനുണ്ടായത്. അപ്പോഴാണ് ആ നെസ്റ്റിൻ്റെ മുകളിൽ ഒരു പുതിയൊരു കുഞ്ഞൻ അതിഥിയെ കൂടി കാണുന്നത്. അത് നമ്മൾ ഈ കുഞ്ഞൻ വേഴാമ്പലായിരുന്നു. അത് എത്രയോ മാസങ്ങളായി കൂട്ടിനുള്ളിൽ കഴിഞ്ഞ് അത് ആദ്യമായി പുറം ലോകം കാണുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലിരുന്ന് ചുറ്റും വീക്ഷിക്കുന്നു. അതിൻ്റെ താൻ ഇനി ജീവിക്കാൻ പോകുന്ന ചുറ്റുപാടുകളൊക്കെ ആ കുഞ്ഞൻ വേഴാമ്പൽ കാണുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ തൊട്ടടുത്തുള്ള മരക്കൊമ്പിൽ അതിന് നോക്കിയിരിപ്പുണ്ടായിരുന്നു. നമ്മൾ കുറേ സമയം ഒരു 1/4 മണിക്കൂർ അടുപ്പിച്ച് നമ്മളിതിന് വീഡിയോ സെറ്റ് ചെയ്തു. നമ്മളിതിന് വെയിറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു ആദ്യത്തെ ഫസ്റ്റ് ഫ്ലൈ ക്യാപ്ചർ ചെയ്യുക എന്നായിരുന്നു നമ്മുടെ ഉദ്ദേശം. അപ്പം ബൈ ഗോഡ് ലക്ക് നമുക്കത് കിട്ടി. അത് കുറച്ച് സമയങ്ങൾക്കകം അത് പറന്ന് അടുത്തുള്ള ഒരു മരക്കൊമ്പിലേക്ക് പറന്നു പോവുകയുണ്ടായത്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറബിക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 8755, പവന് 70,040 രൂപ, വെള്ളി 109 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതി പുറത്തു കൊണ്ടുവരേണ്ട ED തന്നെ അഴിമതിക്കാരാവുന്നു എന്ന് MA ബേബി. ഇത് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. കേരളത്തിലേത് ജനപക്ഷ സർക്കാർ എന്നും MA ബേബി. യൂത്ത് കോൺഗ്രസ് ജില്ലയിലെ 1000 വീടുകളിൽ ഗാന്ധി നെഹ്റു ഛായാചിത്രം സ്ഥാപിക്കുമെന്ന് വിജിൻ മോഹനൻ. പ്രതിഷേധം CPM തിട്ടൂരത്തിനെതിരെ. 1000 ഗാന്ധി ഭവനങ്ങൾ ഉയരും. ഗോപിനാഥിനെതിരെ കേസെടുക്കണമെന്നും വിജിൻ മോഹൻ. ഇന്ന് നായനാർ ഓർമ്മദിനം. പയ്യാമ്പലത്തെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന. നായനാർ അക്കാദമിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത കുടുംബാംഗങ്ങളും നേതാക്കളും. വേടനെതിരെ കടന്നാക്രമണം കാവ്യവൽക്കരണ അജണ്ടയെന്ന് MV ഗോവിന്ദൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.